ഒരു വാട്സപ്പ് രണ്ട് ഫോണിൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഫോണിൽ ഒരേ സമയം എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു ഫോണിലുള്ള വാട്സപ്പ് എനിക്ക് ഈ ഒരു ഫോണിൽ കൂടി ഉപയോഗിക്കണം, എന്നാൽ ഈ ഒരു ഫോണിൽ നിന്ന് അത് പോകാനും പാടില്ല. അതും നമ്മൾ ഈ ഒരു വാട്സപ്പിൻ്റെ ആപ്പിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊന്ന് ഞാൻ നോർമൽ ഉപയോഗിക്കുന്ന ഈ ഒരു വാട്സപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വാട്സപ്പ് എനിക്ക് ഇതിലെടുക്കാൻ ഈ ഒരു വാട്സപ്പാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. രണ്ടും വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു ഫോണിൽ എങ്ങനെ രണ്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഞാൻ ഈ ഒരു ഫോണിൽ എടുക്കുന്നത് ഈ ഒരു വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിലോട്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ വരും. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന ആ രീതിയിൽ വരും. അപ്പോൾ ഇതിലിവിടെ കാണാൻ പറ്റും, മുകളിൽ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ലിങ്ക് ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാണ് ഞാനിവിടെ. അതിനുശേഷം ഇതുപോലെ ഒരു QR കോഡ് വരും. അതിനുശേഷം ഈ ഒരു വാട്സപ്പ് എടുക്കുക. അപ്പോൾ ഏത് വാട്സപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ വേണ്ടത്. അപ്പോൾ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ 3 ഡോട്ടിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലൂടെ കാണാൻ പറ്റും ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷന്. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ലിങ്ക് ഡിവൈസ് എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഇതുപോലെ ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു QR കോഡ് ജസ്റ്റ് ഇതിന് താഴോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഇതിലുള്ള വാട്സപ്പ് അതുപോലെ തന്നെ ഇതിലൂടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പോയിട്ടുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ ഇനി മറ്റ് ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വാട്സപ്പ് തന്നെ. ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങളെ വാട്സപ്പിൽ മറ്റൊരാളുടെ വാട്സപ്പ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള 3 ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് എന്ന് മാത്രമാവും ചിലപ്പോൾ നിങ്ങൾക്ക് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരില്ല, അല്ലെങ്കിൽ ലിങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ നമുക്കത് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ ഒരു ചെറിയൊരു സെറ്റിങ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തായെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഒരു ചെറിയ കാര്യം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളെ മറ്റു കൂട്ടുകാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. ബാക്കിലോട്ട് വന്നിട്ട് ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ചിലപ്പോൾ കാണാൻ പറ്റും. ഡെവലപ്പർ ഓപ്ഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ കാണാൻ പറ്റും ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ടൊരു 7 തവണ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ പാസ്വേഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും, അത് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഡെവലപ്പർ മോഡ് ഹാസ് ബീൻ ടേൺ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഡെവലപ്പർ മോഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ബാക്കിലോട്ട് വരിക. ഞാൻ വീണ്ടും ബാക്കിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ കാണാൻ പറ്റും എബൌട്ട് ഫോണിന് നേരെ താഴോട്ട് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും മിനിമം വിത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിന് നേരെ താഴെ 411 DP എന്ന് പറഞ്ഞിട്ടും കാണാൻ പറ്റും. അപ്പോൾ പല ഫോണിലും പല രീതിയിലാവും ഇത് വരിക. അപ്പോൾ ചില ഫോണിൽ സ്മോളസ്റ്റ് വിത്ത് എന്ന് പറഞ്ഞിട്ടാവും ചിലപ്പോൾ കാണുക. ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് താഴെ പല നമ്പറാവും, പല ഫോണിൽ പല നമ്പറുകളാവും. അപ്പോൾ എൻ്റെ ഫോണിൽ 411 ആണ് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു 411 എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത് ഞാനിവിടെ ഒന്ന് ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മളൊരു 500 അല്ലെങ്കിൽ ഒരു 550, 600 ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഞാനിവിടെ ഒരു 500 ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മളെ ഫോണിലുള്ള കംപ്ലീറ്റ് എഴുത്തുകളൊക്കെ ഒന്ന് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം വീണ്ടും ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം മുകളിലുള്ള ഒരു 3 ഡോട്ടിലോട്ട് അവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു QR കോഡ് വരുന്നതാവും. അപ്പോൾ ഈ ഒരു QR കോഡ് വന്നതിന് ശേഷം ജസ്റ്റ് ബാക്കിലോട്ട് വരിക.
ഇനി നമ്മൾ ചേഞ്ച് ചെയ്ത ആ ഒരു വിത്ത് നമുക്ക് നമ്മളെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് എത്രയായിരുന്നോ അത് തന്നെ നമുക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെറ്റിങ്സിലോട്ട് വീണ്ടും വരികയാണ്, ആ ഒരു ഡെവലപ്പർ ഓപ്ഷനിലോട്ട് വരികയാണ്. അതിനുശേഷം ആ ഒരു മിനിമം വിത്ത് എന്നതിലോട്ട് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഒരു 500 ചേഞ്ച് ചെയ്തിട്ട് 411 എന്ന് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു പഴയ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നമ്മളെ എഴുത്തുകളൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ബാക്കിലോട്ട് വന്ന് വീണ്ടും ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഇവിടെ കാണാൻ പറ്റും ലിങ്ക് ടു HST അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.